ഞങ്ങളെ തെറി പറഞ്ഞ്, ബ്രിട്ടാസിനെ തെറി പറഞ്ഞ്, പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിക്കണേ, ഓടി വരണേ, സുരേഷ് ഗോപി ചവിട്ടിക്കൂട്ടുന്നേ, പോലീസെ കേസെടുക്കണേ. ഇതാണ് കൈരളിക്കാന്റെ നിലവിളി. അനാവശ്യ ചോദ്യങ്ങൾ ഒരു കേന്ദ്രമന്ത്രിയോട് വിളമ്പിയിട്ട് ചോദിച്ചു മേടിച്ചു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കണക്കിന് പാർലമെന്റിന് കൊടുത്തു. അതിന്റെ ബാക്കിയാണ് പാർട്ടി ചാനൽ റിപ്പോർട്ടറുടെ വകതിരിവിന് കണക്കിനങ്ങ് കൊടുത്ത്. അങ്ങനെയല്ലേ വേണ്ടത്? എന്നാൽ അത് റിപ്പോർട്ടർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം പിന്നെ മാധ്യമപ്രവർത്തകരുടെ മേൽ തട്ടിക്കയറിയെന്നാക്കി വാർത്ത. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരിട്ട ആക്രമണത്തെയും വഖഫിലെ ചോദ്യത്തോടുമാണ് സുരേഷ് ഗോപി കണക്കിനങ്ങ് കൊടുത്തത്. ചൊറിയാൻ വന്നവരുടെ ചൊറിച്ചിൽ അങ്ങ് തീർത്തു കൊടുത്തു. ഒരു ടാർഗറ്റും സുരേഷ് ഗോപിയുടെ അടുത്ത് നടക്കില്ല മക്കളെ, പൊളിച്ചടുക്കി കൈ കൊടുക്കും. നിങ്ങൾ ആരോടാ സംസാരിക്കണേ? വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. മാധ്യമം ആരാന്നാ? ജനങ്ങളാണ് വലുത്. സൗകര്യമില്ല ഉത്തരം പറയാൻ. അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേരളത്തിലും അക്രമം നടക്കുന്നുണ്ട്. ജബൽപൂരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കും. ഒരു സീറ്റ് പൂട്ടിക്കെട്ടുമെന്ന ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിൽ ഒരു അക്ഷരം മാറ്റണമെന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യമില്ല. അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? നിങ്ങൾ ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. അതാണല്ലോ മറുപടി മിനിസ്റ്ററെ. നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതല്ല മിനിസ്റ്റർ, ഇതാണല്ലോ മറുപടി. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. വഖഫ് വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫിലൂടെ മുനമ്പത്തെ പ്രശ്നം മാത്രമല്ല പരിഹരിക്കപ്പെട്ടത്, മുനമ്പത്തും ഗുണപ്പെടും എന്നത് സത്യമാണ്. വഖഫിലെ അപാകതകൾ മാറണം. വഖഫ് ബില്ലിലെ ചർച്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. വഖഫ് വരില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങളിപ്പോൾ കിടന്ന് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കണ എന്തിനാ? വെറുതെ എപ്പിസിലിട്ട് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ വഖഫ് മാറിയ നിങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ, മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇപ്പം എങ്ങനെ ഇട്ടാലോ? നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.